ഇപ്പോൾ അട്ടക്കുളങ്ങര കബീർ വധം, അതിനകത്ത് കരാട്ടെ ഫറൂഖിനോടൊപ്പം അതിലെ രണ്ടാം പ്രതിക്ക് ഞാൻ വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ രണ്ടാം പ്രതിക്ക് അന്ന് 21 വയസ്സേ ഉള്ളായിരുന്നു. അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഗ്രീഷ്മയല്ല. യഥാർത്ഥത്തിലെ അട്ടക്കുളങ്ങര കബീർ വധം അതിനകത്ത് ഉള്ള 21 വയസ്സുകാരനാണ് യഥാർത്ഥത്തിലെ റെക്കോർഡ്. അത് കൊടുക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ലായിരുന്നു. കാരണം കരാട്ടെ ഫറൂഖാണ് അവന് ബോംബ് കൊടുത്തത്. യവനെ എറിയാൻ വളരെ പ്രിസിഷനിൽ എറിയാൻ അറിയാവുന്നവനാണ് അവൻ എവിടെയായാലും കറക്റ്റ് എറിയും. 2 പോലീസുകാർ ഈ പ്രതിയെ കൊണ്ട് ജയിലിലേക്ക് നടന്നു പോവുകയാണ്. ആ സമയത്താണ് കൊണ്ട് അവൻ്റെ തലയ്ക്ക് തന്നെ എറിഞ്ഞ്. ഈ പോലീസുകാരൻ്റെ തലയ്ക്കല്ല എറിഞ്ഞേ, ഈ പ്രതിയുടെ തലയ്ക്ക് ദൂരെ നിന്ന് എറിഞ്ഞാണ്. അപ്പോൾ അത്രയും കറക്റ്റായിട്ട് അത് എറിയാൻ കഴിവുള്ളത് അവനാണ്. അപ്പോൾ ഇത് അതിനകത്ത് കൊടുക്കാതിരിക്കാൻ ഒരു മാർഗമില്ല, കൊടുത്തു. സ്പെഷ്യൽ ഫാക്ട്സ് ഉണ്ട്. പക്ഷേ അവൻ്റെ വയസ്സ് മാത്രമേ ഉള്ളൂ അതിനകത്ത് പ്രശ്നം. പക്ഷേ ഇത് എറിഞ്ഞ പ്രതി എന്നുള്ളത് കൊണ്ട് അവനെ എനിക്ക് അതിൽ നിന്ന് ഒഴിവാക്കാനും മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. അതിന് കൺവിക്ഷനൊന്നും അവർ ചലഞ്ച് ചെയ്യാൻ പോയില്ല. അവർ സുപ്രീം കോടതി, ഇവിടെ ഹൈക്കോടതി ആ ശിക്ഷ ശരിവെച്ചു, കൺഫേം ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയിൽ അവർ ഈ കൺവിക്ഷനെ ചലഞ്ച് ചെയ്യാനേ പോയില്ല. ആ കുറ്റം ചെയ്തോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് അവർ ചലഞ്ച് ചെയ്യാൻ പോയില്ല. അവർ ചലഞ്ച് ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ, ശിക്ഷയെക്കുറിച്ച് മാത്രമേ വാദം പറഞ്ഞുള്ളൂ. സുപ്രീം കോടതി അത് യഥാർത്ഥത്തിൽ എടുത്ത് ജീവപര്യന്തമായിട്ട് കൊടുത്തു. അങ്ങനെ കരാട്ടെ ഫറൂഖ് ജയിലിൽ കിടന്ന് തന്നെ മരിക്കുകയും ചെയ്തു. മറ്റവനിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ജയിലിലായിരിക്കും.